യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് നോക്കാം. സി, ഡിഫൈൻ എ റിലേഷൻ ആർ ഇൻ ദി ഇന്റർവെൽ ക്ലോസ്ഡ് 0, ഓപ്പൺ π/2 by x related to y if and only if sec square x minus tan square y is equal to 1, then R is an equivalence relation, both reflexive and symmetric but not both reflexive and transitive but not symmetric, both reflexive and symmetric but not transitive, reflexive but neither symmetric nor transitive. ഇതാണ് ഓപ്ഷൻസ്. നമുക്കറിയാം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ചോദിച്ചിരിക്കുന്ന റിഫ്ലെക്സീവ് ടൈപ്സ് ഓഫ് റിലേഷൻസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഷിഫ്റ്റുകളിലും ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം, ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ അല്ലയോ, ഇനി റിഫ്ലെക്സീവ് ആണോ അല്ലയോ, ഇതൊക്കെ നമുക്ക് ഓർഡറിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് നമ്മൾ റിഫ്ലെക്സീവിൻ്റെ കേസാണ് പറയുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് റിലേറ്റഡ് ടു എക്സ് ആവണമല്ലോ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് എക്സ് റിലേറ്റഡ് വൈ എന്താണ്? ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ബൈ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിടാ, റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലായി. ഇതൊരു ഒബ്വിയസ് റിസൾട്ടാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തത് സിമെട്രിക്കിനെ കുറിച്ച് നമ്മൾ നോക്കാം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ വൈ റിലേറ്റഡ് ടു എക്സ് ആയിരിക്കണം, അപ്പോഴേ സിമെട്രി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ടു ചെക്ക്. എന്താ ചെക്ക് ചെയ്യേണ്ടത്? സീക്ക് സ്ക്വയർ വൈ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെന്ന് നോക്കണം. അതായത് എക്സ് വൈ തമ്മിൽ ഇൻ്റർചേഞ്ച്. എക്സ് റിലേറ്റഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു 1 ആണ്. ഇനി വൈ റിലേറ്റഡ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് സ്ക്വയർ വൈ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. പക്ഷേ അത് വൈ റിലേറ്റഡ് എക്സ് ആണെന്ന് നോക്കണം. ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്യാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഇത് ഇങ്ങനെയാണോ 1 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം ഇത് കൺസിഡർ ചെയ്യുക. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ സീക്ക് സ്ക്വയർ വൈ മൈനസ് ടാൻ സ്ക്വയർ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. സീക്ക് സ്ക്വയർ വൈ മൈനസ് ടാൻ സ്ക്വയർ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് 1 ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. 1 ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സീക്ക് സ്ക്വയർ വൈന് നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. മൈനസ് ടാൻ സ്ക്വയർ എക്സിന് നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ മൈനസ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് 1 കിട്ടും. ആ 1ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് ടാൻ സ്ക്വയർ വൈ മൈനസ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ച് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. ബട്ട് വി നോ ദാറ്റ് ദി സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഇറ്റ്സ് ഓൾറെഡി ദർ, സോ നോട്ട് ദർ, ഇറ്റ്സ് ഓൾറെഡി ദർ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടിയടാ? 2 മൈനസ് എന്ത് കിട്ടി? 2 മൈനസ് 1 എന്ന് കിട്ടി അല്ലേ. 2 മൈനസ് 1 ഇസ് ഈക്വൽ എന്താണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണെന്ന് എസ്റ്റാബ്ലിഷ് ആയി, ഇത് 1 ആണെന്നുള്ളത് നമ്മൾ ശരിയായി അല്ലേ. അപ്പോൾ ഇതെന്താണ്? സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ ഇത് എന്താണ്? സിമെട്രിക് ആണ്. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ട്രാൻസിറ്റിവിറ്റിക്ക് നമ്മൾ എന്താ ചെയ്യുക? എക്സ് റിലേറ്റഡ് ടു വൈ ആണ് നമ്മൾ നോക്കും അല്ലേ. എക്സ് റിലേറ്റഡ് ടു വൈ ആണ് എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കണം, വൈ റിലേറ്റഡ് ടു സെഡ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ എക്സ് റിലേറ്റഡ് ടു സെഡ് ആവുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു 1 ആണ്. എന്താണ് വൈ റിലേറ്റഡ് ടു സെഡ് എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം സീക്ക് സ്ക്വയർ വൈ മൈനസ് ടാൻ സ്ക്വയർ സെഡ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് എക്സ് റിലേറ്റഡ് ടു സെഡ് ആണെന്ന് നോക്കണം. ദിസ് മീൻസ് വാട്ട്? സീക്ക് സ്ക്വയർ സെഡ് മൈനസ് സെഡ് അല്ല, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ സെഡ് ഈക്വൽ എന്തായിരിക്കണം? 1 ആണോ എന്ന് നമുക്ക് നോക്കണം. ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. ടു ചെക്ക് ആണ്, ടു ചെക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ അങ്ങ് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ആഡ് ദീസ് 2 ഇക്വേഷൻസ്. സോ വി ഗെറ്റ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ഐ എം റൈറ്റിംഗ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ. ഞാൻ ഇത് തമ്മിൽ ആഡ് ചെയ്യാണ്. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ സെഡ്, നോ യൂസ്, എനിവേ എഴുതിക്കോ. ടാൻ സ്ക്വയർ സെഡ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ മൈനസ് ടാൻ സ്ക്വയർ വൈ. യെസ്, ദാറ്റ്സ് ഈക്വൽ 1 + 1 2. Clearly this is 1
അപ്പോൾ sec square x minus sec square x minus tan square, this is z actually, sec square x minus tan square z അല്ലേ, അത് z അല്ലേ മക്കളെ, നോക്കിക്കേ, ചെക്ക് ഇറ്റ്, ദിസ് ഇസ് ക്ലിയർലി z അല്ലേ. ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് ശ്രദ്ധിച്ച്, ഇതാ sec square x മൈനസ് tan square z ഞാൻ ആദ്യം എഴുതി, ഓക്കെ, പ്ലസ് sec square y മൈനസ് tan square y എഴുതി, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 എത്ര കിട്ടി, 2 എന്ന് കിട്ടി. ഇത് നിങ്ങൾക്കറിയാം sec square theta മൈനസ് tan square theta ഇത് 1 ആണ്, 1. ആ 1നെ ഞാൻ അപ്പുറം കൊണ്ടുപോയാൽ 2 എന്ന് 1 കുറച്ചാൽ 1 എന്ന് കിട്ടി. സോ sec square x മൈനസ് tan square z is equal to 1. Yes, I got the result. Sec square x minus tan square z is equal to 1 എന്ന് കിട്ടി. Therefore, it is what? Transitive. Transitive ആണ്. Therefore, the given relation എന്താണ്? The given relation എന്താണ്? The given relation is an equivalence relation. എന്താണ്? An equivalence relation. അപ്പോൾ ഏത് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കിട്ടി. Therefore, option 1 is very correct. അല്ലേ, ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കിട്ടി. ക്ലിയർ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു സിമ്പിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, പഠിക്കാം കേട്ടോ.